കേരളത്തിൽ എന്താണ് നടക്കുന്നത്? SFIയുടെ ഗുണ്ടായിസമാണോ കേരളത്തിൽ നടക്കുന്നത് എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കെ കൃഷ്ണകുമാർ കൊല്ലത്തെ ഒരു കോളേജിലെത്തിയപ്പോൾ കോളേജിനകത്ത് കയറാൻ സമ്മതിക്കില്ല. അവിടെ എത്തിയതിനു ശേഷം ഒരു സമ്മാനദാനമുണ്ട്. ആ സമ്മാനദാനം പോലും നൽകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് SFIയുടെ ഗുണ്ടായിസമാണ് നമ്മളൊക്കെ കണ്ടത്. പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന 22 വയസ്സായ ചെറുപ്പക്കാരനെ അതിക്രൂരമായി ഉപദ്രവിച്ച് അവനെ മരണത്തിലേക്ക് നയിച്ച അതേ SFI തന്നെയാണ് കേരളത്തിൽ ഈ ഗുണ്ടായിസം നടത്തുന്നത്. ആ കോളേജിൽ കൃഷ്ണകുമാർ എത്തുന്നതിന് തൊട്ടു മുൻപ് മുകേഷും പ്രേമചന്ദ്രനും NK പ്രേമചന്ദ്രനും ഒക്കെ വന്നപ്പോൾ അസ്വസ്ഥത ആവാത്ത SFIക്ക് കൃഷ്ണകുമാറിനെ കാണുമ്പോൾ എന്താണ് ഇത്ര അസ്വസ്ഥത എന്നാണ് ചോദിക്കാനുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ABVP SFI തർക്കം കോളേജിൽ ഉണ്ടാകുന്നു. അടിപിടിയിലേക്ക് അത് പോകുന്നു. വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് അത് കടക്കാൻ സാധ്യതയുമുണ്ട്. എന്തിനാണ് ഇത്തരത്തിലുള്ള കേരളത്തിൽ ഇത്തരത്തിൽ തമ്മിത്തല്ല് SFI നടത്തുന്നത് എന്നുള്ളതാണ്. SFIയുടെ ഒരു മുതിർന്ന നേതാവുണ്ട്, സംസ്ഥാന സെക്രട്ടറി ആർഷോ SFIയുടെ തലമുത്തപ്പനാണ്. ആർഷോ ഇങ്ങനെ തുറന്ന് വിട്ടിരിക്കുകയാണോ തങ്ങളുടെ കൂടെയുള്ളവരെ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. എന്തായാലും കൃഷ്ണകുമാറിന് സംഭവിച്ചത് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നു തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് കൃഷ്ണകുമാർ ചന്ദനത്തോപ്പ് ITയിലെത്തിയത്. അവിടെ എത്തിയ കൃഷ്ണകുമാറിനെയാണ് SFI പ്രവർത്തകർ തടഞ്ഞത്. സ്ഥാനാർത്ഥിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് സ്പോർട്സ് ഡേയുടെ സമ്മാനദാനം നടത്താൻ കൃഷ്ണകുമാർ ശ്രമിച്ചു എന്നുള്ളതാണ് സംഘർഷത്തിനിടയാക്കിയത്. കോളേജ് ഡേയുമായി അനുബന്ധിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ചതിന്റെ സാമ്പത്തിക വിഷയത്തെ ചൊല്ലി കോളേജിൽ നേരത്തെ പ്രശ്നമുണ്ടായിരുന്നു. പ്രചാരണത്തിന്റെ ഭാഗമായി എത്തിയ സ്ഥാനാർത്ഥിയെ കൊണ്ട് സമ്മാനദാനം നടത്താൻ കഴിയില്ല എന്ന് SFI യൂണിയൻ അംഗങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് ABVP SFI അംഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. മുതിർന്ന നേതാക്കളും അധ്യാപകരും ചേർന്ന് രംഗം ശാന്തമാക്കി. തുടർന്ന് G കൃഷ്ണകുമാർ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. കൃഷ്ണകുമാർ പറയുന്നത് ഇവിടെ നടക്കുന്നതാണ് യഥാർത്ഥ ഫാസിസം എന്ന്. വോട്ടഭ്യർത്ഥിച്ച് പല സ്ഥലങ്ങളിലും പോയിരുന്നു. അതിന്റെ ഭാഗമായാണ് കോളേജിലെത്തിയത്. താൻ വരുന്നതിന് തൊട്ട് മുൻപ് എതിർ സ്ഥാനാർത്ഥികളായ മുകേഷും NK പ്രേമചന്ദ്രനും കോളേജിലെത്തിയിരുന്നു. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ SFIക്കാർ കുറുകെ നിന്ന കൃഷ്ണകുമാറിന് ഈ കോളേജിലേക്ക് പ്രവേശനമില്ല, നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു. ഫാസിസം എന്ന് പറഞ്ഞ UPയിലോട്ടും ഗുജറാത്തിലോട്ടും നോക്കുന്നവർ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് നോക്കണം. ഇതാണ് റിയൽ ഫാസിസം. ഇങ്ങനെയാണ് കൃഷ്ണകുമാർ പറയുന്നത്. എന്തായാലും ഈ മുകേഷിനും NK പ്രേമചന്ദ്രനും ഇല്ലാത്ത, അവർ വരുമ്പോൾ തോന്നാത്ത എന്ത് അസഹിഷ്ണുതയും അസ്വസ്ഥതയുമാണ് SFIക്ക് NDA സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ തോന്നുന്നത്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എല്ലാ സ്ഥലങ്ങളിലും വോട്ടഭ്യർത്ഥിച്ച് എത്തുന്നുണ്ട്. അത് SFI ഭരിക്കുന്ന കോളേജാണെന്നോ അല്ലെങ്കിൽ സഹാക്കന്മാരുടെ കേന്ദ്രങ്ങളാണെന്നോ വിചാരിച്ചിട്ടല്ല. വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വോട്ട് ചെയ്യാം. NDA ഇത്തവണ 2 സീറ്റ് നേടുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞതിൽ വിളറി പിടിക്കുകയാണ് സഹാക്കന്മാർ. എങ്ങനെയും അവരെ തോൽപ്പിക്കുക അല്ലെങ്കിൽ എങ്ങനെയും അതിന് തടയിടുക എന്നുള്ളതാണ് ഇവരൊക്കെ ലക്ഷ്യം വെക്കുന്നത്. അത് തന്നെയാണ് കൃഷ്ണകുമാറിന്റെ ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും SFIയെ കയറൂരി വിട്ടിരിക്കാൻ ഇവിടുത്തെ സർക്കാർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. SFI അത്രത്തോളം കേരളത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്യാമ്പസുകളിലും കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനോ പഠിക്കാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് SFI കൊണ്ടെത്തിച്ചിരിക്കുന്നു. അതുമാത്രമല്ല സ്ഥാനാർത്ഥികളെ കൂടി കൈവയ്ക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവരെ ആര് പൂട്ടും എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്.